ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ പലപ്പോഴും നമുക്കൊരു അനാഥത്വം നമുക്ക് പല സമയത്തും ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള കോൺഫിഡൻസ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉറപ്പുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നു, നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് നമ്മൾ ഒരു ദിവസം കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, കർത്താവിനെ നമ്മൾ ഏറ്റു പറഞ്ഞു, ഒരു സുവിശേഷം കേട്ടു, നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അവിടെ നിന്നാണ് ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതെന്നാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ചെയ്ത ഏതോ പ്രവൃത്തിയുടെ കാരണം കൊണ്ടാണ് ദൈവം എന്നെ ഒരു ക്രിസ്ത്യാനായിട്ട്, ഞാൻ ദൈവത്തെ സ്വീകരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ്, ഹൃദയത്തിലേക്ക് തന്നെ ഞാൻ കർത്താവിനെ ക്ഷണിച്ചത് കൊണ്ടാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതം എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി തീരാൻ കഴിഞ്ഞതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദൈവത്തിന് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് ഒരു മാതൃകയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അപ്പം ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുത്തല്ല, മറിച്ച് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തപ്പോഴാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു കാര്യം, അതായത് നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തപ്പം നമ്മൾ ചിന്തിക്കും നമ്മുടെ യോഗ്യത കൊണ്ടാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്, നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ അതൊരു കാരണം തന്നെയാണ്, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു. എന്നാൽ നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടാണ് കർത്താവ് നമ്മളെ സ്വീകരിച്ചത് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വീഴ്ചകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ജഡത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ നമ്മളെ വലിയ നിരാശയിലേക്ക് തള്ളിയിടും. പലപ്പോഴും അതിൽ നിന്ന് ഒരു ജയം നമുക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പം അവന് പോയി ഒരു വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞിരുന്നു, അല്ലേ? അവന് പാപം ചെയ്യാനായിട്ട് പ്രലോഭിപ്പിച്ചത് പിശാചായിരുന്നു. എന്നാൽ ആ പാപം ചെയ്ത ശേഷം അവന് നഗ്നനാണെന്ന് അവൻ അറിയുന്നു. അപ്പം കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ നഗ്നനാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അപ്പൊ അത് അവൻ എങ്ങനെയാ മനസ്സിലായത്? അവൻ നഗ്നനാണെന്നുള്ള കാര്യം അവൻ എങ്ങനെയാ മനസ്സിലായത്? പിശാച് തന്നെ അവനോട് പറഞ്ഞു, നീ ഇപ്പം പാപം ചെയ്തു, ഇനിയും നിനക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ കർത്താവിൽ നിന്ന് ഒളിച്ചു നിൽക്കാനായിട്ട് പിശാച് തന്നെയാണ്. പാപം ആരാ ചെയ്യിപ്പിച്ച് അതേ ആൾ തന്നെ അവന്റെ ഹൃദയത്തിലേക്ക് കുറ്റബോധം കൊണ്ടുവന്ന് ദൈവത്തെ ഇരിക്കാനായിട്ട് അവനെ ഒരു വൃക്ഷത്തിന്റെ മറവിൽ അവൻ മറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അപ്പൊ ഞാൻ ഇങ്ങനെയായിരുന്നു, ദൈവം തന്നെ അവനെ സൃഷ്ടിച്ച ദൈവമാണ്, അല്ലേ? അവനെ സൃഷ്ടിച്ച ദൈവത്തിന് അവനെ കുറിച്ച് എല്ലാം അറിയാം. എന്നാൽ അവൻ വിചാരിച്ചു എന്തോ, ഇപ്പം ദൈവത്തെ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല, കാരണം നിശ്ചയം. പക്ഷെ കർത്താവ് തന്നെ അവനെ തേടി വരുന്നു. ആദമേ നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് കർത്താവ് വരുന്നത്. എന്തുകൊണ്ടാണ് ആദം എവിടെയാണെന്ന് കർത്താവിന് അറിയാം. ആദമേ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, കർത്താവ് ഞങ്ങൾ നഗ്നരായതുകൊണ്ട് മറഞ്ഞിരിക്കുന്നു. അപ്പം എന്താ കർത്താവ് ആഗ്രഹിച്ചത്? അവരവരുടെ പാപത്തെ ഏറ്റുപറയാനായിട്ട് ദൈവം ആഗ്രഹിച്ചു, ഇല്ലേ? ദൈവത്തിന്റെ സ്നേഹത്തെ അവര് പെട്ടെന്ന് ദൈവസ്നേഹം, അവരെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയി. ഇപ്പൊ അവർ ചിന്തിക്കുന്നത്, അവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയില്ല. ദൈവം എന്തിനാ അവരെ തേടി വന്നത്? അവർ മുന്നോട്ട് വന്ന് അവര് കർത്താവിനോട് പറയണം, കർത്താവ് ഞങ്ങള് തെറ്റിപ്പോയി എന്നവർ പറയണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും പിശാച് പല ടെംപ്ടേഷനെ കൊണ്ടുവന്ന് നമ്മളെ പാപം ചെയ്യിപ്പിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് നമ്മൾ പലപ്പോഴും മടിക്കും. കാരണം എന്താണെന്നറിയാം? നമ്മൾ അറിഞ്ഞോ അറിയാം, നമ്മൾ വായുകൊണ്ട് പറയാറില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ എന്തോ യോഗ്യത കൊണ്ടാണ്
കർത്താവ് എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആ യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ. ഇതിനു മുമ്പ് ഞാൻ ദൈവത്തെ അഭിമുഖീകരിച്ച ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭാര്യയോട് കോപിച്ചില്ല. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളിലൊക്കെ ഞാൻ ഒരു പൊത്തരുത്തപ്പെട്ട് ജീവിച്ചപ്പം എനിക്ക് പാപമെന്ന് തോന്നുന്ന വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യാതെ ഇരുന്നപ്പോൾ എനിക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വന്ന? അത് എൻ്റെ ഓൺ പ്രവൃത്തി എന്ന് വന്ന, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കി എൻ്റെ യോഗ്യത കണ്ട് എനിക്ക് ദൈവത്തെ ഞാൻ അഭിമുഖീകരിച്ചത് ആ ഒരു തലത്തിലാണ്. അത് എൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുന്നത്. അത് കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ ജീവിക്കണമെന്നല്ല, പാപത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ യോഗ്യത എന്തോ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ തേടി വരികയും നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തരികയും ചെയ്തു. അങ്ങനെ കർത്താവ് നമ്മളെ തൻ്റെ മകനാക്കി, നമ്മളെ കർത്താവ് സ്വീകരിച്ചു. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, പിന്നെ നിങ്ങൾ കായ്ക്കുന്ന ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നാം ഫലം കായ്ക്കേണ്ടതിന്, നാം ഫലമുള്ളവരായി തീരേണ്ടതിനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അപ്പൊ നമുക്ക് ആ ഉറപ്പുണ്ടായിരിക്കണം. എന്തോ? ക്രിസ്ത്യ ജീവിതം നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അല്ല, നമ്മൾ വിശ്വാസത്താലാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഉറപ്പുള്ളത് അടിസ്ഥാനത്തിൽ മേൽ പണിയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഇത്, കർത്താവാണ് എന്നെ തെരഞ്ഞെടുത്തത്. കർത്താവ് എന്നെ എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ കർത്താവിനെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോഴാണോ. നമ്മൾ ഈ എഫേസ്യ ലേഖനം ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തമ്മെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ പ്രവൃത്തി ദൈവത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. അതെന്തോ? അതെവിടാ തുടങ്ങിയ? സ്വർഗത്തിൽ ദൈവം തുടങ്ങി. ദൈവം എന്തോ? എന്നെ തെരഞ്ഞെടുത്തു. അത് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ കർത്താവിനെ സ്വീകരിച്ച ദിവസമാണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷെ എന്ത് ചെയ്തു? ദൈവം ഉലകം സ്ഥാപിക്കുന്നത്, ഇത് ദൈവത്തിൽ തുടങ്ങിയതാ ഈ പ്രവൃത്തി. ഞാനല്ല ഈ പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നത്. ആരാ? ദൈവം എന്നെ തുടങ്ങിയത്. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാൻ ഈ ഭൂമി സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടിരുന്നു. അവിടുന്ന് തുടങ്ങി ഈ പ്രവൃത്തി. ഈ എൻ്റെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചിരിക്കുന്ന അവിടുന്നാണ്. ഇതെങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? ഇത് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കർത്താവ്, ഇത് നിന്റെ പ്രവൃത്തിയാണ്, എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല. നീ എന്നെ സ്നേഹിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുമ്പോ ജനിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നീ വളരെ മുമ്പേ നീ എന്നെ കണ്ടു. ഇതൊരു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട, ദൈവത്തോട് ഉണ്ടായിരിക്കേണ്ട ഒരു കോൺഫിഡൻസ്. ഇത് നമ്മൾ എങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും ഇത് കാണാൻ പറ്റുന്നില്ല. നമുക്കിത് വിശ്വസിക്കാനും പ്രയാസമാണ്. നമുക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ദൈവം പറയുന്ന ഈ കാര്യം, ദൈവം എന്നെ ഭൂമി സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എൻ്റെ കണ്ണിന് മുമ്പിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഇല്ലേ? അവിടെ പറയുന്നത് എങ്ങനെയാ? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത് അവന് പ്രിയമായവനിൽ സൗജന്യമായി തന്റെ കൃപാദനത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ദൈവം നമ്മെ മുമ്പേ തെരഞ്ഞെടുക്കുകയും നമ്മളെ മുൻ നിയമിക്കുകയും ചെയ്തു, അല്ലേ? ദൈവം നമ്മളെ തന്റെ മക്കളായിട്ട് മുൻ നിയമിച്ചു. ഞാൻ ചിന്തിക്കായിരുന്നു, ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തല്ല, മറിച്ച് ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇത് നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ വായിക്കുന്നത്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 3 പ്രാവശ്യം തുടർമാനം കർത്താവ് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
എൻ്റെ നീതിമാൻ ഹബക്കൂക്ക് 2 പറയുന്ന ഒരു വാക്യമാണ്. അത് 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ തുടർമാനമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ നീതിമാൻ എങ്ങനെയാ ജീവിക്കേണ്ടത്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസം എന്തോ? ദൈവം പറഞ്ഞതിന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ കണ്ണിന്, നമ്മൾക്കറിയാം, ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 14-ാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് കാണുന്ന കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം നമ്മളോട് പറയുന്ന, നമുക്ക് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ മനസ്സിനോ മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയുന്നത്. അത് ദൈവം പറഞ്ഞതുകൊണ്ട് അത് എന്തോ അതിനെ നമ്മൾ വിശ്വസിക്കുന്നത്. അത് ദൈവമാണ് പറഞ്ഞത്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടാണ് പലപ്പോഴും ദൈവത്തെ നമുക്ക് കാണുന്നത്. ദൈവം എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം സകലതും ഉളവാക്കി, തൻ്റെ വചനം അയച്ച് സകലതും ഉളവാക്കിയ ദൈവമാണ് നമ്മളോട് പറയുന്നത്. എന്തോ? ദൈവം പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ വിശ്വസിക്കും. അത് ദൈവം പറഞ്ഞതുകൊണ്ട് ആ വാക്കിന് വിലയുള്ളത്. വേദപുസ്തകത്തിൽ എഴുതുന്നുണ്ട്, ഇത് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞെങ്കിൽ ആ വാക്ക് അതിന് വിലയുണ്ട്, ഇല്ലേ? അപ്പം ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആ കാര്യം ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, വിശ്വസിക്കുന്ന നമുക്ക് അത് ജീവനായിട്ട്, ശക്തിയായിട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ശക്തിയായിട്ട്. നമുക്ക് നമ്മൾ ഈ ഒരു കാര്യം, ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നമ്മളെക്കുറിച്ച്, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് ആദ്യം ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. അതാ നമ്മുടെ ഒരു കോൺഫിഡൻസ്. നമുക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാനായിട്ട്, കർത്താവ് എൻ്റെ യോഗ്യത ഒന്നും കണ്ടോണ്ടല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് നീ എന്നെ തെരഞ്ഞെടുത്തു. എന്തിനാ നീ എന്നെ തെരഞ്ഞെടുത്തത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. അപ്പം ഫലം കായ്ക്കാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പം നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തേക്ക് ചെല്ലാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം, നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഹൃദയപൂർവ്വം ദൈവം പറഞ്ഞ ആ കാര്യം നമ്മൾ ഹൃദയത്തിന്റെ ആഴത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പറയാം, കർത്താവ് ഞാനിവിടെ തോറ്റുപോയി, ഞാനിവിടെ പരാജയപ്പെട്ടു, കർത്താവ് ഞാനിവിടെ, എന്നെ നീ വിളിച്ചതിനാണ്. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിച്ചപ്പോൾ അവിടെ വായിച്ചത്, അവന്റെ സന്നിധിയിൽ വിശുദ്ധരാകേണ്ടതിന്, ഇല്ലേ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധനാകേണ്ടതിന് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. എന്തോ? കർത്താവ് എന്നെ വിളിച്ചത് നീയാ. ഈ ജീവിതത്തിൽ കൂടെ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകാനാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഈ പരാജയത്തിൽ ഞാൻ പിൻപോട്ട് പോയി, ഞാൻ നിന്നെ അഭിമുഖീകരിക്കാതെ മറിഞ്ഞിരിക്കല്ലോ. കർത്താവ് എനിക്കെന്തോ തക്ക സമയത്ത് ദൈവത്തിന്റെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, തക്ക സമയം എന്തോ? നമ്മൾ വീഴുന്ന സമയം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയം, നമ്മൾ തോക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന സമയം, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ധൈര്യത്തോടെ, നമുക്ക് അതിധൈര്യത്തോടെ, കാരണം എന്തുകൊണ്ടാണ്? ദൈവം നമ്മളെ വിളിച്ചതാ. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ, വാസ്തവത്തില് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മാത്രമല്ല, അനേക കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി ദൈവം അനേക കാര്യങ്ങൾ ചെയ്തു തീർത്ത ശേഷമാണ് എന്നെ ദൈവം തൻ്റെ മകനായി തീരാനായിട്ട് വിളിച്ചത്, അല്ലേ? നമ്മൾ ഈ റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അവന്റെ 4-3 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ടുള്ള സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ടുള്ള സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്ന പോലെ നാം അവന്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചുവെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടും നാം ഏകീഭവിക്കും. ഇനിയും നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാവപ്പെടാതിരിക്കേണ്ടതിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്കറിയാം, നമുക്കെല്ലാവരും അറിയാം, നമുക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവറി ക്രൂശില് മരിച്ചു. യേശു കാൽവറിയിൽ മരിച്ചു. നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ക്രിസ്ത്യ ജീവിതം അടിസ്ഥാനപ്പെട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ്, യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവനോടുകൂടെ ഞാൻ വിശ്വാസത്താല് കർത്താവിനോട് ചേരുവാനായിട്ട് ഞാൻ വിശ്വാസത്തോടെ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ സ്നാനപ്പെട്ടപ്പം യേശുവിന്റെ മരണത്തിൽ ഞാനും പങ്കാളിയായി തീർന്നു. ഇതൊന്നും നമ്മുടെ കണ്ണിന് കാണാനോ നമുക്ക് അനുഭവിക്കാനോ കഴിയാത്ത കാര്യമാണ്. നമുക്കൊരിക്കലും ഇത് കാണാൻ കഴിയത്തില്ല, അല്ലേ? നമുക്കൊരിക്കലും ഇത് കാണാൻ കഴിയത്തില്ല. എന്നാല് യേശു ക്രിസ്തു മരിച്ചപ്പം ഞാനും അവനോടൊപ്പം മരിച്ചു. ക്രിസ്ത്യ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകും. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മുടെ കാഴ്ചയുടെ തലത്തിൽ നമ്മൾ ജീവിച്ചാൽ
നമ്മൾ നിരന്തരം ഇടറുന്നവരായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ നമ്മൾ എപ്പോഴും ദുഃഖിതരായിത്തീരും. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഒരു ജയാളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ക്രിസ്ത്യ ജീവിതം കർത്താവ് യേശുക്രിസ്തു മരിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിനോടുകൂടെ ഞാനും മരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, എന്നെ ഉയർപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്നെ ഉയർപ്പിച്ച് അവൻ സ്വർഗത്തിലിരുത്തി. ഞാൻ പറഞ്ഞ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തെ ദൈവം അടിമുടി മാറ്റി ഒരു കാര്യമായിരുന്നു. ദൈവം ഈ ഒരു കാര്യം എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് പഴയ ക്രിസ്ത്യ ജീവിതം പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് ഇടയായി തോന്നുന്നു. എനിക്കൊരു കാര്യം മനസ്സിലാക്കാം, ഞാനിവിടെ നിരാശനായിട്ട് ഈ ഭൂമി ജീവിക്കേണ്ട ഒരാളല്ല. അവിടുന്ന് മരിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് എന്നെയും അവൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യം ക്രിസ്ത്യ ജീവിതത്തെ അടിമുടി മാറ്റാൻ പറ്റുന്ന ഇത് നമുക്ക് ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ടോ നമുക്കോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇതുകൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കും. കാരണം എന്തുകൊണ്ടാണ് ഞാനിത് വിശ്വസിക്കുന്നത്? ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നെ ഉയർപ്പിച്ച് അവനോടൊപ്പം സ്വർഗസിംഹാസനത്തില് അവനോടൊപ്പം എന്നെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന, ദൈവം പറഞ്ഞ വാക്കുമാണ്. ദൈവം പറഞ്ഞതുകൊണ്ട് ആ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് കാണേണ്ട ആവശ്യമില്ല. ഞാനത് വിശ്വസിക്കുന്നെങ്കിൽ മറിച്ച് ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും, അല്ലേ? എനിക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കും. ദൈവം അങ്ങനെ പറഞ്ഞു. എനിക്കൊന്നും എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കുമ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം ആകെപ്പാടെ മാറും, അല്ലേ? എനിക്ക് സാഹചര്യങ്ങൾ നേരിടുവാനുള്ള ധൈര്യം ഉണ്ടാകും. എനിക്ക് കർത്താവിൻ്റെ അടുക്കലേക്കുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടാകും. കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് പറയാൻ കഴിയും, കർത്താവ് എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതെന്നെ എന്നെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമായി തീർന്നു. എന്തോ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അവനെ സ്നേഹിക്കുക മാത്രമല്ല, എനിക്ക് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടിയതെല്ലാം ചെയ്ത് തീർത്ത ശേഷമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിലെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ വീഴുന്ന എല്ലാ സമയത്തും, അല്ലേ? അപ്പം എനിക്ക് ഒത്തിരി ഉദവികൾ ദൈവം ചെയ്തതിന് ശേഷമാണ് എന്നെ വിളിച്ചത്. ഞാനൊരു അനാഥനല്ല. ഞാനൊരു എന്താ പറയുന്ന, ഞാൻ പിശാചിനെ ഭയന്ന് ജീവിക്കേണ്ട ഒരാളല്ല. കാരണം എനിക്ക് വേണ്ടി എല്ലാ ഉദവികളും പിതാവ് യേശുക്രിസ്തുവിൽ കൂടെ ചെയ്തു കഴിഞ്ഞു. എന്നെ എൻ്റെ ഈ പാപ ശരീരത്തിൽ നിന്ന് മാറ്റം വരേണ്ടതിന് ഞാൻ മരിച്ചപ്പോൾ, കാരണം എനിക്ക് കർത്താവിനെ അറിയാം, ഒരു കാര്യം അറിയാം, ആദാമിൽ കൂടെ ലഭിച്ച ഈ പാപ ശരീരത്തിൽ, ഈ അധമമായ ഈ ശരീരത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എൻ്റെ ക്രിസ്ത്യ ജീവിതം എനിക്കൊരിക്കലും എൻ്റെ ജഡത്തെ ആശ്രയിച്ച്, എൻ്റെ ജഡത്തിലെ നന്മകളെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എന്നേക്കാൾ 1000 മടങ്ങ്, എന്നേക്കാൾ എത്രയോ കൂടുതൽ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനത് വിശ്വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ ആദാം പാപം ചെയ്തപ്പം, ആദാം മരിച്ചപ്പം നമ്മളും അവനോടൊപ്പം മരിച്ചു. ഇനിയും ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യന് മാത്രമേ ഒരു ക്രിസ്ത്യ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ ഒരു വിശ്വാസത്താൽ ദൈവം പറഞ്ഞത് നമ്മൾ ഏറ്റെടുക്കും. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ വലിയ ഒരു പട്ടിക പറയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, അവിടെ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഈ ഒരു കാര്യം, ഞാൻ കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ബോധ്യമായെങ്കിൽ മാത്രമേ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ എനിക്ക് വിട്ടുകളയാൻ പറ്റത്തുള്ളൂ. എനിക്ക് സ്വർഗത്തിലെ കാര്യങ്ങളെ ചിന്തിക്കണമെങ്കിൽ, സ്വർഗത്തിലെ കാര്യങ്ങളെ അന്വേഷിക്കണമെങ്കിൽ ഞാൻ ഈ ഭൂമിയിലുള്ളവനല്ല. എൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അവൻ എന്നെയും യേശു ഉയർത്തുന്നേരം അവനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട്, അവിടെ പറയുന്നത് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇത് ഞാൻ വിശ്വസിക്കേണ്ട കാര്യമാണ്. എന്തോ അത് വിശ്വാസത്താൽ മാത്രമേ എനിക്ക് പ്രാപിക്കാൻ കഴിയൂ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇത് പുതിയ നിയമ ആദ്യകാല സഭയിൽ ഉണ്ടായിരുന്നവര് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്തോ അവര് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കും. അതുകൊണ്ടാണ് അതൊരു കണ്ടീഷനായിട്ട് അവിടെ പറയുന്നത്. അതൊരു സാധാരണ കാര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എങ്കിൽ ഞാനത് വിശ്വസിക്കുമ്പം ഈ ഭൂമിയിലുള്ള എൻ്റെ അന്വേഷണം മാറും.
അല്ലേ? എങ്കിലേ എനിക്ക് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിക്കാനായിട്ട് കഴിയും. അതാ കണ്ടീഷൻ അവിടെ പറയുന്നില്ല. പിന്നെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം എന്തുകൊണ്ടാ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യം. നമ്മൾ ചിന്തിക്കുന്നത് ഇനി മരിച്ച് നമ്മൾ ഒരു ദിവസം സ്വർഗത്തിൽ പോയി അങ്ങനെ നമ്മൾ അവനിൽ ആകി തീരും എന്ന് പറഞ്ഞു. ദൈവത്തിന് വചനം പറയുന്നുണ്ടോ? നിങ്ങൾ മരിച്ചു. ഇപ്പൊ തന്നെ പറയാ, നിങ്ങൾ മരിച്ചു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ സ്നാനത്തില് അവനോടുകൂടെ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പം ഞാൻ സ്വർഗത്തിലേക്ക് കരേറി, ഇപ്പൊ ഞാൻ ക്രിസ്തുവിലാണ് എന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പിന്നെന്താ പറയുന്നത്? നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഓക്കെ, ഈ ഒരു കോൺഫിഡൻസ് എന്തോ കോൺഫിഡൻസ്. ഇനി കർത്താവ് എന്നെ കർത്താവ്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ ഞാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ക്രിസ്തു ഉയർത്തുന്നു. എന്നിട്ട് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് ഇനിയും വരാൻ പോകുന്ന ഒരു കാര്യമായിട്ടല്ല പറഞ്ഞത്. ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ജീവൻ കർത്താവിൽ മറഞ്ഞിരിക്കുക. ഇതാ നമ്മുടെ കോൺഫിഡൻസ്. അതുകൊണ്ട് എന്താ പറയുന്നത്? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട്, അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസത്താൽ ഞാൻ ഈ കാര്യം, നീതിമാൻ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ജീവിക്കുമ്പം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആയത് നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ജീവനായ ക്രിസ്തു നമ്മൾ വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പം അങ്ങനെ നമ്മൾ ആ കോൺഫിഡൻസോടെ ജീവിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം പറയുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മളെ രണ്ട് കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന്, നമുക്കിപ്പോഴും പഴയ ജഡം തന്നെ ഉണ്ട്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്ന് നമ്മൾ പ്രാപിച്ച പാപ പങ്കലമായിട്ടുള്ള ആ ജഡം നമുക്കിപ്പോഴും ഉണ്ട്. നമ്മൾ ആ പാപജഡം നമ്മളിലുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ട് ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ഇതെല്ലാം എൻ്റെ ശരീരത്തിലുള്ള കാര്യം. ഇതിനെ മരിപ്പിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ് ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ കാര്യങ്ങളെ, അവന്റെ ശരീരത്തിലുള്ള ദുർനടപ്പ്, ഈ അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മരിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം എങ്ങനെ അത് മരിക്കുന്നത്? ക്രിസ്തുവിന്റെ ജീവനിലാണ് മറന്നിരിക്കുന്നത്, അല്ലേ? ദൈവത്തിന്റെ ജീവൻ എനിക്ക് അവൈലബിൾ ആയിരുന്നു. കാരണം ഞാൻ വിശ്വാസത്താൽ കർത്താവിനോട് ചേർന്ന് അവന്റെ ജീവനിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ കൂടെ ഒഴുകുന്നുണ്ട്, അല്ലേ? ഞാൻ അവന്റെ മുമ്പ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മരിച്ച് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ഇന്ന് എവിടെയാണ്? എൻ്റെ ഉള്ളിൽ കൂടെ പ്രവഹിക്കുന്ന ജീവൻ, കർത്താവിന്റെ ജീവൻ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുന്ന ഈ കാര്യങ്ങളെ ജയിക്കാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു, ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കുമ്പോൾ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മറുസൈഡ് എന്തോ? അതിനൊരു മറുവശമുണ്ട്. അതെന്തോ? കർത്താവിനോട് കൂടി നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതാ, അല്ലേ? കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പിൻ. അത് ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ മറ്റൊരു തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വസിപ്പിൻ. നാം അവനെ കൊമ്പ് മുന്തിരി വള്ളിയോട് പറ്റിയിരിക്കുന്നത് പോലെ നാം അവനോട് പറ്റിയിരിക്കുന്നതിൽ എന്താ സംഭവിക്കുന്നത്? അവന്റെ ജീവരസം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകും. എൻ്റെ ജീവിതത്തിൽ കൂടെ അവന്റെ ജീവൻ വരും, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ധാരാളം ഫലം കായ്ക്കാൻ പറ്റും. അതാ ദൈവത്തിന് വചനം പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് കർത്താവ് പറയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മറുസൈഡ്, നാം കർത്താവിൽ വസിക്കണം. നിസ്സഹായതയോടെ, പൂർണ്ണമായ ഡിപ്പെൻഡൻസോടെ നമ്മൾ കർത്താവിനെ ഇറുകി പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നിസ്സഹായതയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ ധാരാളം ദൈവം പകരും. നാം നിസ്സഹായതയോടെ കർത്താവിനോട് പറയാം, കർത്താവ് നിന്നെ പിരിഞ്ഞ്
എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇല്ലേ? അവിടെ നമ്മൾ കാണുന്നുണ്ടോ, ഞാൻ അവന് വസിക്കണം, ഇല്ലേ? അവന് വസിക്കുകയാണെങ്കിൽ അവന്റെ ജീവനിൽ ഞാൻ വസിക്കുന്നത്, അവന്റെ ജീവന്റെ ഭാഗമായിട്ട് ഞാൻ തീരുകയാണ് ചെയ്യുന്നത്. അവന്റെ ജീവൻ എനിക്ക് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ഞാൻ അവനിൽ വസിക്കുകയാണെങ്കിൽ അവന്റെ ജീവൻ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഞാൻ വിചാരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാസ്തവത്തിൽ കർത്താവിൽ നിന്ന് നമുക്ക് ആവശ്യമായ കാര്യം എന്തോ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്തോ, ദൈവം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക, ഇല്ലേ? ദൈവം പറഞ്ഞത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവം നമ്മളെ കൂടെ ജീവിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവികമായിട്ടുള്ളതെല്ലാം സ്വർഗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം പോലും അതിന്റെ തുടക്കം സ്വർഗത്തിൽ നിന്നാണ്, നമ്മളിൽ നിന്നല്ല. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചതോ എന്നിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കം സ്വർഗത്തിൽ നിന്നായിരുന്നു. ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു, നമുക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു, നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു. നമ്മൾ അവനെ വിശ്വസിച്ചപ്പം, അവനെ ഏറ്റുപറഞ്ഞപ്പം, അവന് സ്നാനപ്പെട്ടപ്പം ദൈവം ചെയ്തത് നമ്മൾ അവനോടൊപ്പം മരിച്ചു, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി. ദൈവം ചെയ്ത പ്രവൃത്തിയാ, ഇല്ലേ? ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ചില മനുഷ്യരെ യേശുവിന്റെ അടുക്ക് വന്നു. അവനോട് ഇങ്ങനെ ചോദിച്ചു, ശിഷ്യന്മാര് ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പം അടുത്ത് വന്ന് ചോദിച്ചു. 11-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 15:11, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് വായ്ക്കകത്തേക്ക് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്ന്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പിഴുതു പോകും, അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് കർത്താവ് പറയാണ്, ചിലർ കർത്താവിന്റെ അടുക്കൽ വന്ന് ഇടറിപ്പോവുക. കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ കേട്ടിട്ട് ശിഷ്യന്മാർ അവര് വന്ന് കർത്താവ് ഇവർ ഇടറിപ്പോയത് നീ കണ്ടില്ലേ? കർത്താവ് നോക്കുന്നത് എന്തുവാ? എന്റെ പിതാവ് തന്നവരാണോ ഇവര്, ഇല്ലേ? കർത്താവ് പറയുന്നത് എന്റെ പിതാവ് തന്നവരാണ്. കർത്താവ് പറയാം, എന്റെ പിതാവ് തന്നിട്ടില്ലാത്ത എല്ലാം അവര് ഇടറിപ്പോകും. ഞാനിങ്ങനെ എന്തിയായിരുന്നു, നമ്മുടെ കൂട്ടായ്മയിലും നമുക്ക് സഹോദരന്മാരെ തമ്മിൽ വഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പലർക്കും പല കുറവുകളുള്ളവരാ. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റു ചിലർ. പക്ഷെ നമുക്ക് ഈ ഉറപ്പുണ്ടായിരിക്കണം, കർത്താവേ, എന്നെ അവിടുന്ന് തെരഞ്ഞെടുത്തതുപോലെ തന്നെ ദൈവം എനിക്ക് തന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ഇവര് ലൗകികരല്ല, ഇവര് ഒത്തിരി കാര്യങ്ങൾ അവരെ കുറിച്ച് യേശുക്രിസ്തു അവരെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശു പറയുന്നൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല, അല്ലേ? അവര് പലപ്പോഴും ആരാ വലിയവനെന്ന് ഉള്ള ചിന്തയും, അവരുടെ ഇടയിൽ നമുക്കറിയാം പല കാര്യങ്ങൾ, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആരാ, അല്ലെങ്കിൽ സ്വർഗത്തിൽ തീ അയച്ചു, നമുക്ക് കാണാൻ പറ്റും. യേശു പറയുന്നതൊന്നും നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവിന് ഒരു കാര്യം ഉറപ്പണം, ഇവർ ആര് തന്നതാ? പിതാവ് എനിക്ക് തന്നിട്ടുള്ള ശിഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുണ്ടായിരിക്കുന്നത് പോലെ സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം, ദൈവം തന്നിട്ടുള്ള സഹോദരന്മാർ. ഇവർക്ക് അവരുടെ ജീവിതത്തിൽ പല കുറവുകളും കാണും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലായിരിക്കും ഒരുപക്ഷെ അവർ കാണുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ടായിരിക്കുന്നത്, യേശുക്രിസ്തു അതുകൊണ്ടാണ് യേശുക്രിസ്തു എപ്പോഴും തന്നെ ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഡിഫെൻഡ് ചെയ്യും കർത്താവ്. കാരണം എന്തുകൊണ്ടാണ് അവരെ ഡിഫെൻഡ് ചെയ്ത്? തന്റെ പിതാവ് ചൂസ് ചെയ്ത് തന്നെ ഏൽപ്പിച്ച ശിഷ്യന്മാരവര്. പിതാവ് തന്നവരവര്. അതുകൊണ്ട് കർത്താവ് അവരുടെ എല്ലായ്പ്പോഴും അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് യേശു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സഹോദരന്മാർ നമ്മൾ നിന്ന് പാപകരമായ കാര്യങ്ങളിൽ അങ്ങനെ അതല്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ദൈവം തന്നിട്ടുള്ള സഹോദരന്മാരെ ഇവര് കുറവുകൾ കാണാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുകയല്ലോ. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇവരെ
കർത്താവ് എനിക്ക് തന്ന ഇത് കർത്താവ് പറഞ്ഞ എന്താ, നീ അങ്ങ് തന്ന ശിഷ്യൻ, അങ്ങ് തന്നതിൽ ഒരാളെ പോലും നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിച്ചു എന്ന് യേശുവിന് തന്റെ ജീവിതത്തിന്റെ അവസാനം പറയാനായിട്ട് കഴിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? കർത്താവിനറിയാം ഇവരെ തന്നെ. യേശു നമുക്കറിയാം, യേശു യേശു നമുക്കറിയാം, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് വേണ്ടി കർത്താവ് ഇടിവിൽ നിൽക്കുക. കാരണം എന്തുകൊണ്ടാണ്? പിതാവ് തന്നവരാ, അവരുടെ ജീവിതത്തിൽ കുറവുകളാണ്. പക്ഷെ ദൈവം അവരുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയ അവരുടെ ആ പ്രസന്റ് മാത്രമല്ല ദൈവം നോക്കുന്നത്. യേശു പിതാവ് അവരെ തെരഞ്ഞെടുത്ത എപ്പോഴാണ്? പിതാവ് അവരെ ഉലകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്ത. അവരുടെ ആരംഭവും അവസാനവും അവനറിയാം. അവന്റെ പെന്തക്കോസ്ത് നാളിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ച് അവനറിയാം. അതെല്ലാം അവൻ കണ്ടിട്ടുണ്ട്. പിതാവിനറിയാം. അതെല്ലാം അറിഞ്ഞ് പിതാവ് തിരഞ്ഞെടുത്ത് തനിക്ക് തന്ന ശിഷ്യന്മാരാണ്. അപ്പൊ കർത്താവ് എന്തോ ചെയ്ത്? കർത്താവ് പറഞ്ഞു, കർത്താവ് നീ തന്നിട്ടുള്ള ഒരാൾ പോലും നാശയോഗ്യൻ ഒഴികെ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോയില്ല എന്ന് യേശുവിന് കോൺഫിഡൻസോടെ പറയും. കാരണം പിതാവ് കൊടുത്തിട്ടുള്ളവർ. നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് കൂട്ടായ്മ ശരിയായിട്ട് വർദ്ധിച്ചു വരണമെങ്കിൽ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് ബോധ്യം ഉണ്ടായിരുന്നു. കർത്താവ് എൻ്റെ കൂടെ എനിക്ക് കൂട്ടായ്മയ്ക്കായിട്ട് വന്നിരിക്കുന്ന ഓരോ സഹോദരന്മാരും പിതാവ് എനിക്ക് കൂട്ടായ്മയ്ക്കായിട്ട് തന്നിട്ടുള്ള സഹോദരന്മാരാണ്. ഇത് കർത്താവ് ഇവരെ കർത്താവ് തന്നതാണ് എന്നറിഞ്ഞ് അവരുടെ ബലഹീന അവരെ കർത്താവ് പറഞ്ഞ് നമുക്ക് അവരെ വിശുദ്ധീകരിക്കത്തക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഗ്ലോറിയസ് ആയിട്ടുള്ള സഹോദരന്മാരെ സൃഷ്ടിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഇരിക്കുകയാണ്. വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കോൺഫിഡൻസോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് നമുക്ക് കോൺഫിഡൻസോടെ ഇരിക്കണം. നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇതുപോലെ തന്നെ. നമ്മുടെ ഭാര്യ പക്ഷെ പല കുറവുകളും ഉള്ളവരായിരിക്കാം, പല കുറവുകളും ഉണ്ട്. പക്ഷെ അത് ദൈവം തെരഞ്ഞെടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ അറിയുമ്പോൾ നമുക്കത് വലിയ നമ്മൾ പല കാര്യങ്ങളിലും അല്ലെ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ആരാ? ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ആരായിരിക്കണം ഭാര്യ എന്ന് ദൈവം തീരുമാനിച്ചിരുന്ന. ദൈവത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ദൈവം ഒരിക്കലും ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. അത് ഞാൻ അംഗീകരിക്കുമ്പോൾ കർത്താവ് നീ എനിക്ക് തന്ന, യേശു പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന ഈ ശിഷ്യന്മാര് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്ക് ഇത് പറയാൻ കഴിയണം, കർത്താവ് നീ എനിക്ക് തന്ന ഭാര്യ. അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ഈ എന്താ പറയുന്നത്, ഹവ്വയുടെ കർത്താവ് നീ അവനോട് പറഞ്ഞത് ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞേ, ഇല്ലേ? അതുപോലെയല്ല നമ്മള് കർത്താവ് നീ തന്ന ഭാര്യ, എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ വിശുദ്ധീകരണത്തിനായിട്ടാണ് എൻ്റെ ഈ ഭർത്താവിനെ, എൻ്റെ ഈ ഭാര്യയെ നീ തന്നിരിക്കുന്നത്. അവരെ ആ വിശുദ്ധീകരണത്തിൽ അവരെ വിശുദ്ധീകരിക്കേണ്ടതിനായിട്ടാണ്, എന്നെ വിശുദ്ധീകരിക്കേണ്ടതിനായിട്ടാണ്, അല്ലെ ഭാര്യയുടെ വിശുദ്ധിക്കാണ് എൻ്റെ ഈ ഭാര്യയെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെ കൂടുതൽ ഹൃദയത്തിന്റെ ആഴത്തിന് സ്നേഹിക്കാൻ, അവരുടെ കുറവുകളെ നോക്കാതെ അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ എനിക്കത് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം. നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തു ജീവിതത്തെ അത് വളരെ, ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ ഒത്തിരി എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ഇടയായിരുന്നു. ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഭൂമിയുടെ പരപ്പിലുള്ള കൊച്ചു കാര്യങ്ങൾ ഓർത്ത് വിചാരപ്പെടേണ്ട ഒരാളല്ല. കാരണം ഞാൻ സ്വർഗീയനാണ്. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവുണ്ട്. യേശു ക്രിസ്തു ഈ ഉറപ്പോടെ ഈ ഭൂമി ജീവിച്ച എല്ലായ്പ്പോഴും യേശു ഭൂമി ജീവിച്ചപ്പം ഈ ഉറപ്പോടെയാണ് അവൻ ജീവിച്ചത്. അവന് ഈ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അവന്റെ പിതാവ് അവന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. കാൽവറി ക്രൂശിലേക്ക് പോകുമ്പോൾ യേശുവിനുണ്ടായത്, എൻ്റെ പിതാവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ പിതാവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിതാവ് അനുവദിച്ചിട്ടാണ്. പിതാവ് അനുവദിച്ച പാനപാത്രമാണ് എന്ന് പറഞ്ഞെന്തോ. നമ്മൾ ഈ വെളിപാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം നമ്മൾ കാണുന്നത്, ഉലകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, അല്ലെ? ഉലകസ്ഥാപനത്തിന് നമ്മൾ കാണുമ്പം യേശു 2000 കൊല്ലം മുമ്പാണ് അറക്കപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെ ഉലകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയാണ്, ഇല്ലേ? ദൈവം ഉലകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാട് അറക്കപ്പെട്ടവനായിട്ടാണ് പിതാവ് കണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവവചനം പറയുന്നത് അവന്റെ ജീവപുസ്തകത്തിൽ എഴുതി, ഉലകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാട് ഉലകസ്ഥാപനത്തിന് മുമ്പാണ് അറക്കപ്പെട്ടത്. അല്ല, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തപ്പോഴാണ് ഭൂമി
സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നെ കണ്ടോണ്ട്, എന്നെ വിചാരിച്ചുകൊണ്ടാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുമ്പം അതിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എത്രമാത്രം ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുതരും. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മളെ ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പാപകരമായ കാര്യത്തെ, ജഡത്തെ, നമ്മുടെ കൺമോഹത്തെ, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ജയിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്താൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് അതിനെ നേരിടാനുള്ള ആ കൃപ ദൈവം നമുക്ക് നൽകുകയുള്ളൂ. നമുക്ക് വാസ്തവത്തിൽ ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഈ ഒരു സത്യം മനസ്സിലാക്കി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ പറഞ്ഞത് വിശ്വസിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണേ എന്ന് നമുക്ക് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് എൻ്റെ ഹൃദയത്തെ അങ്ങ് പറഞ്ഞത് എനിക്കൊരിക്കലും എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ കാര്യം ഞാൻ അംഗീകരിക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യ ജീവിതം സമൂലം മാറും. ഇത് അതിന് സാക്ഷിയായ ഒരാളാണ് ഞാൻ. ഈ ഒരു കാര്യം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം കർത്താവ് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതല്ല, അത് എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷെ നീ പറഞ്ഞതുകൊണ്ട് നീ ദൈവമാണ്. നീ ദൈവമായതുകൊണ്ട് നീ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നീ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാ. ഇത് നീ പറഞ്ഞെങ്കിൽ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിച്ച് കഴിയുമ്പം എൻ്റെ ഈ ഭൂതലത്തിലുള്ള ജീവിതം, ജഡത്തിലുള്ള ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയാ? അവന്റെ നീതിമാൻ വിശ്വാസത്താൽ നമ്മൾ ദൈവം പറഞ്ഞത് അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തില് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഈ അവസരം തന്ന സഹോദരന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു.